ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയോട് ആദർശ് ചോദിക്കുകയാണ്, നിനക്ക് അമ്മയോട് വല്ല ദേഷ്യം ഉണ്ടോ എന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ആദർശേട്ടാ, ഇത് എന്താ ആദർശേട്ടാ ഈ പറയുന്നത്? എനിക്ക് അമ്മയോട് ദേഷ്യമോ? എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല ആദർശേട്ടാ. അല്ല, നിന്നെ അമ്മ ഒരുപാട് വെറുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഇത്രയെങ്കിലും ദേഷ്യം നിനക്ക് കാണുമല്ലോ. ഇല്ല ഇല്ല ആദർശേട്ടാ, ഒരു തരിമ്പ് ദേഷ്യം പോലും എനിക്ക് അമ്മയോടില്ല. കാരണം അമ്മ നല്ല സ്ത്രീയാണ്. പിന്നെ അമ്മ ആഗ്രഹിക്കാത്തൊരു മരുമകളാണല്ലോ ഞാൻ. അപ്പോൾ ആ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു നിരസമൊക്കെ അമ്മേനോട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ദേഷ്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ദേ, അമ്മ കണ്ടിട്ടില്ലേ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആദർശേട്ടനെയും ഒക്കെ എത്ര കെയറിങ് ആയിട്ടാണ് നോക്കുന്നത്. അതേപോലെ തന്നെ എന്ത് ബഹുമാന ആദർശേട്ടൻ്റെ അമ്മ അച്ഛന് കൊടുക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് ആദർശേട്ടാ അമ്മയെ വെറുക്കാൻ കഴിയുന്നത്? ഒരിക്കലും എനിക്ക് അമ്മയെ വെറുക്കാനായിട്ട് കഴിയില്ല ആദർശേട്ടാ. അത് ആദർശേട്ടന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പക്ഷെ നയനെ, നീയാണ് ബ്ലഡ് കൊടുത്തതെന്ന് അമ്മയോട് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അത് താങ്ങാനായിട്ട് പറ്റില്ല. എനിക്കറിയാം ആദർശേട്ടാ, എൻ്റെ ബ്ലഡ് കാരണമാണ് അമ്മ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കത് താങ്ങാൻ പോലും പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ അതൊന്നും പറയണ്ട. അമ്മയുടെ ജീവൻ ഏതായാലും രക്ഷപ്പെട്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലുത്. നമുക്കത് മതിയല്ലോ ആദർശേട്ടാ. ഇത് കേട്ടപ്പോഴേക്കും നയനെ, നിനക്ക് എത്ര നല്ല മനസ്സാണ് നയനെ. ദേ, ഞാൻ ഈ ശബരിമലക്ക് മാലിട്ട് എന്തിനാണെന്നറിയാവോ? അറിയാം, എനിക്കറിയാം. അത് അമ്മ എന്നെ സ്നേഹിക്കണമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിട്ടല്ലേ? അത് നടക്കും ആദർശേട്ടാ. ആദർശേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിച്ചോളും. ദേ, അതിന് തന്നെയാണ് ഞാൻ മലക്ക് മാറിയിട്ടിരിക്കുന്നത്. ഈ പ്രാവശ്യമേ കാൽനട യാത്രയാണ്. ദേ, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയാണെങ്കിൽ, അയ്യോ ആദർശേട്ടാ, അത് കുറച്ച് കഠിനമല്ലേ? അതൊക്കെ വേണോ? വേണം. കാരണം എൻ്റെ അമ്മ നിന്നെ എപ്പോഴാണോ സ്നേഹിക്കുന്നത് ആ ദിവസമായിരിക്കും എനിക്ക് സന്തോഷം തരുന്ന ദിവസം. അതിനു വേണ്ടിയാണ് നയനെ ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നയനയ്ക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ആദർശിൻ്റെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് നയന പറയുകയാണ്, ഉറപ്പായിട്ടും ആ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അമ്മയുടെ മനസ്സ് മാറും. അമ്മ എന്നെ തിരിച്ചറിയുന്നൊരു ദിവസം വരും. അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മയോട് എനിക്കൊരിക്കലും ദേഷ്യപ്പെടാനോ വഴക്കിടാനോ ഒന്നും സാധിക്കില്ലല്ലോ. ഏതായാലും ഇനിയെല്ലാം കഴിഞ്ഞു, വീട്ടിലേക്ക് പോകണ്ടേ എന്നൊക്കെ പറയുകയാണ്. വീട്ടിലേക്ക് പോകണം. മുത്തശ്ശിനെയും മുത്തശ്ശിയൊക്കെ എനിക്ക് കാണണം, എല്ലാവരെയും കാണണം. പിന്നെ നവ്യയുടെ കാര്യം അറിയാലോ, നവ്യേച്ചിയും വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നവ്യ. ഇതേ സമയം തന്നെ ഈ അബി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അബി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ദേ അബി, നിൻ്റെ തോന്നിയാസൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നും രണ്ടൊക്കെ ഈ നവ്യ ഇവിടെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അബിക്കായി കാലി വരികയാണ്. ദേ നവ്യെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അനാവശ്യം പറയാൻ നിൽക്കരുത്. എന്നെക്കുറിച്ച് അനാവശ്യം പറയുമ്പോൾ നീ സൂക്ഷിക്കണം. നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറയുമ്പോഴോ? നിങ്ങൾ അനാവശ്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. മലയ്ക്ക് മാലിട്ടതും പോരാഞ്ഞിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിങ്ങളാണ് ഈ കളിക്ക് പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എന്ത് കളിക്ക് പിന്നിൽ? ദേ, ഞാൻ ക്ഷമിക്കുന്നിടത്തോളം ക്ഷമിച്ചു, ഇനി ക്ഷമിക്കാനായിട്ട് കഴിയില്ല. പിന്നെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കില്ല, നല്ല തരിഞ്ഞാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. കാരണം സ്വന്തം കുഞ്ഞല്ലേ, ആ കുഞ്ഞിനെ കുറിച്ചാണ് അബി ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യൊക്കെ അരിശം വരികയാണ്. നീ എന്താ പറഞ്ഞത്? അപ്പം ഇത്രയും നാൾ നീ എന്നോട് കാണിച്ച സ്നേഹം വെറും കള്ളസ്നേഹമായിരുന്നല്ലേ? അപ്പം നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നതൊക്കെ കള്ളസ്നേഹമായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. എനിക്കിപ്പോൾ അതിന് യാതൊരു പ്രശ്നമില്ല. നിന്നെയൊക്കെ സ്നേഹിക്കണം നല്ലത് സ്നേഹിക്കാതിരിക്കുന്നതാണ്. കാരണം എത്ര സ്നേഹം കാണിച്ചാലും അതെല്ലാം അഭിനയമാണെന്നല്ല നീ പറയുന്നത്. അപ്പോൾ പിന്നെ നിന്നെ എനിക്ക് സ്നേഹിക്കാനൊന്നും പറ്റില്ല. എന്താ എന്താ അബി, നീ എന്താണ് ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? അതെ, എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. നീ വേണമെങ്കിൽ സഹിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അബിയുടെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വിശ്വസിച്ചു, അബിയുടെ മനസ്സ് മാറിയെന്ന് വരെ നവ്യ വിശ്വസിച്ചു. ഇതിൽ പരം സന്തോഷം കിട്ടാനില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബിയുടെ ഇങ്ങനൊരു മാറ്റം. അപ്പം തന്നെ നവ്യക്ക് മനസ്സിലായി ഇത് പക്ക കള്ളത്തരമാണെന്ന്. അങ്ങനെ നവ്യ ഭയങ്കരമായിട്ടും കരയുകയാണ്. ദൈവമേ, ഇനി ഇവൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറാനായിട്ട് പോകുന്നത്? ശബരിമലക്ക് മാറിട്ടിട്ട് പോലും ഇവന് ഇത്തരത്തിലുള്ള ദുഷ്ട മനസ്സായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ അടുത്ത് വരുമ്പോഴൊക്കെ ഈ അബിയുടെ മനസ്സൊന്ന് മാറിയാൽ മതിയായിരുന്നു ഭഗവാനെ എന്നൊക്കെ നമ്മുടെ നവ്യയും കരഞ്ഞിങ്ങനെ പറയുകയാണ്. ഇതേ സമയം തന്നെ ഈ നവ്യയും അതേപോലെ തന്നെ
നയനയും അതേപോലെ തന്നെ ആദർശും കൂടി അനന്തപുരിയിലേക്ക് കയറി വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് കുറവായോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല മുത്തശ്ശ, ആ ഒരു സീരിയസ് ഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. അല്ല, എവിടെന്നാ ബ്ലഡ് കിട്ടിയത്, ബ്ലഡ് എങ്ങനെയാണ് ഒപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ലേ മുത്തശ്ശ വലിയൊരു ട്വിസ്റ്റ് തന്നെ. എന്ത് ട്വിസ്റ്റ്? ആരാ ബ്ലഡ് കൊടുത്തത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതെ, നയനയുടെ ബ്ലഡ് AB നെഗറ്റീവായിരുന്നു. ഞാൻ ബ്ലഡ് കിട്ടാതെ ആകെ കിടന്ന് അലഞ്ഞടക്കുകയായിരുന്നു. ആ സമയത്താണ് നയനയുടെ ബ്ലഡ് AB നെഗറ്റീവാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചിരുന്നില്ല മുത്തശ്ശ. പക്ഷേ നയന തന്നെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തോളാന്ന്. ഇപ്പോൾ അമ്മയുടെ ശരീരത്തിൽ കൂടി ഓടുന്നത് അത് നയനയുടെ ബ്ലഡാ. നയനയാ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിൻ്റെ കണ്ണിൽ ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് നിറയുകയാണ്. സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി നേരെ നയനയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, മോളെ നയനെ, നീ എത്ര നല്ല മനസ്സാണ് മോനെ. മോളെ ദേ, ഈ ദേവയാനി കൂടുതൽ സ്നേഹിച്ചത് അനാമികയാണ്. എന്നിട്ട് അവളുടെ ബ്ലഡും AB നെഗറ്റീവ് തന്നെയായിരുന്നു. എന്നിട്ട് അവൾ ബ്ലഡ് കൊടുത്തോ? ഇല്ലല്ലോ. അവൾക്ക് കൊടുക്കാൻ നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ദേവയാനി നിന്നെ സ്നേഹിച്ചിട്ട് പോലുമില്ല. ഏത് കാര്യത്തിലും നിന്നെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം കണ്ടില്ലേ, നീ തന്നെയല്ലേ സഹായിക്കാനുണ്ടായുള്ളൂ. ഇതെല്ലാം കേട്ട് നമ്മുടെ നയന, അതൊന്നും സാരമില്ല മുത്തശ്ശ, ഞാനതൊന്നും ആലോചിച്ചിട്ടില്ല. എൻ്റെയും കൂടി അമ്മയല്ലേ, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഞാനല്ലേ സഹായിക്കേണ്ടത്. അത്രയും മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഞാൻ അത്രമാത്രം കരുതിയുള്ളൂ മുത്തശ്ശ. നിൻ്റെ മനസ്സ് നല്ല മനസ്സാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ നയനയെ ഒരുപാട് പുകഴ്ത്തി പറയുകയാണ്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അനാമികയുടെ അമ്മ. അപ്പോൾ അനാമികയുടെ അമ്മ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയുടെ അടുത്ത് ചെല്ലുകയാണ്. എടീ, ദേ, ഇത് വല്ലതും നീ അറിഞ്ഞോ? ദേ, നീ എല്ലാം തരം താഴ്ന്നു പോയിരിക്കുകയാണ്. അവിടെ നയനയാണ് ബ്ലഡ് കൊടുത്തതെന്ന് മുത്തശ്ശനൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇനി ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല അനാമികയെ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ബ്ലഡ് കൊടുക്കില്ലെന്ന്. അത് അതേപോലെ തന്നെ നടന്നു. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ആൻറ്റി ഒരിക്കലും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവളാണ് ബ്ലഡ് കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് അത് കാലിയേ വരുള്ളൂ. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ അവിടെ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, നീ ഇങ്ങനെ പറഞ്ഞു, ഇനി അവരുടെ അസുഖം മാറിയ വരാൻ നേരത്ത് ഈ നയനയെ സ്നേഹിക്കോ ഇല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നവ്യയുടെ അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ നവ്യയുടെ കണ്ണെന്ന് പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞപ്പോഴേക്കും, എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ട്? ഏയ്, ഒന്നുമില്ല അച്ഛാ. മോളെ, എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഈ അച്ഛനോട് പറയണം. ഇല്ല അച്ഛാ, ഒന്നുമില്ല അച്ഛാ. ദേ, മക്കൾ ഒരിക്കലും അച്ഛനമ്മമാർക്ക് ഭാരമല്ല. അവർ ഏത് വീട്ടിൽ പോയി താമസിച്ചാലും അവർ ഓടി വന്നാൽ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ മാത്രമേ ഒരച്ഛനമ്മയ്ക്കും കഴിയുള്ളൂ. അതുകൊണ്ട് മോൾക്ക് ഇവിടെ എന്തെങ്കിലും ദുഃഖമുണ്ടോ? മോൾക്ക് ഇവിടെ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലേ മോള് നമ്മുടെ വീട്ടിലേക്ക് പോര്. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മോളെ. നീ ഇവിടെ എന്തിനാ ദുഃഖമൊക്കെ സഹിച്ചിരിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. ഈ ഒരു കാര്യം തന്നെയാണ് ഞാൻ നയന മോളോടും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയണം, വീട്ടിലേക്ക് വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ്. പിന്നെ നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനിയുടെ ആ അസുഖങ്ങളെല്ലാം മാറി ഇനി വീട്ടിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും പ്രതികരണം എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.